ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യയിലെ ഫസ്റ്റ് ഡിവിഷനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. എന്നാൽ ISL പോലും പ്രോപ്പറായ രീതിയിൽ നടത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്തവണ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. കല്യാൺ ചൗബെ പറഞ്ഞത് ISL നടക്കും എന്നതാണ്. പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല. FSDL-ഉം അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അഭിക് ചാറ്റർജി ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗിയുമായി ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ നാണക്കേടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഭികിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ വിഷയത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ അതല്ലെങ്കിൽ പഴിചാരിയിട്ടോ കാര്യമില്ല. അതൊരിക്കലും ഇന്ത്യൻ ഫുട്ബോളിന് സഹായകരമാവില്ല. പക്ഷേ ഇപ്പോൾ യാതൊരുവിധ ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു നാണക്കേട് തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോളിനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇത് വലിയ ഒരു നാണക്കേട് തന്നെയാണ്. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്നുള്ളത് അഭിക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് നടന്ന യോഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അഭിക് ചാറ്റർജി. ISL നടക്കും എന്നുള്ളത് കല്യാൺ ചൗബെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഉറപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭികിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു വലിയ നാണക്കേട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.